എത്ര മക്കളാണ്? മരിച്ചത് ഇളയ മോള്, 3 പെൺപിള്ളേർ, 2 പേരെ വിവാഹം ചെയ്ത് അയച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. ഇപ്പൊ എങ്ങനെയാ അവരെ അറസ്റ്റ് ചെയ്തോ? അവരെ അറസ്റ്റ് ചെയ്തിപ്പം മാവേലിക്ക സബ് ജയിലില്ല. ശരിക്കും ഈ വിഷയം നിങ്ങൾ നേരത്തെ അറിയുമായിരുന്നു? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. മോളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള മോള് 11 പഠിക്കുമ്പോഴേ ഇവനെ ദൂരത്തിൽ +1 പഠിക്കാൻ ഇവരെ 5 കിലോമീറ്റർ അപ്പുറത്ത് വന്നു നമ്മളെ സ്കൂളിൽ വന്ന് പഠിച്ചു. അപ്പോൾ അവിടെ സഹപാഠിയായിരുന്നു. അങ്ങനെ ആ സഹപാഠിയായ അങ്ങനെ ഇവര് കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പം മോക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവന്റെ മനസ്സിലെ മോള് കയറി പറ്റിയായിരിക്കണം എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് അല്ലേ ശരിക്കും അങ്ങനെ കേരളത്തിലൊന്നും ഇങ്ങനത്തെ ന്യൂസ് നമ്മൾ തീരല്ലേ ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് കത്തിക്കാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത. തിരുവല്ലക്കാർ പറയുന്നത് തിരുവല്ലയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ എങ്ങനെ വരില്ലേ. ഞാൻ അങ്ങനത്തെ ഒരു ന്യൂസ് അതിങ്ങനെ കേട്ടിട്ടില്ല. ഇങ്ങനെ പച്ച ചെയ്യണത് അതും ആ നാട്ടുകാരെന്താ തീരെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി കോളേജിലോട്ട് പോകാൻ 50 മീറ്റർ ദൂരേ ഉള്ളൂ ഈ പഠിക്കുന്ന കോളേജുമായിട്ട്. അപ്പം നമുക്ക് കാണുന്നുണ്ട്, എൻ്റെ മൂവിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ബാഗും തോളെ തൂക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് പോകുന്നു. ഇപ്പം പുറകിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. നിന്നിട്ട് ഏതാണ്ട് 10 സെക്കൻഡോളം ഇവൻ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവനെ പുറകിലത്തെ ഈ പോക്കറ്റിനകത്ത് പിച്ചാത്തി ഇരുന്നത്. പിച്ചാത്തി എടുത്ത് കുത്തി കഴിഞ്ഞപ്പോഴത്തെ ഈ കുത്തിൻ്റെ കുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവനെ പെട്രോൾ എടുത്തിട്ട് തലവഴി അങ്ങ് ഒഴിക്കുക. അപ്പോൾ കുഞ്ഞിനെ കുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പെട്രോൾ ഒഴിക്കുമ്പോൾ എടുത്ത് ഓടരുത്. ഈ വേദന കൊണ്ട് കുഞ്ഞോട്ട് ഇരുന്നപ്പോഴത്തെ പിന്നെ ഇടത്ത് കൊണ്ട് ഇത് കത്തിക്കുകയായിരുന്നു. കത്തിച്ചിട്ട് കുഞ്ഞ് നിന്നെരിയോ. ഇങ്ങനെ ഒരു ഇടുക്ക ഒരു അരമുതലല്ല ഇങ്ങനെ ചേർത്ത് അപ്പം ഇത് കാണുന്നുണ്ട്. അതിലെ നടന്നു പോകുന്ന ആൾക്കാർ നോക്കുന്നുണ്ട്. ഒരു പയ്യൻ പിന്നെ ഈ അവിടെ പഠിക്കുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ വന്നിട്ട് ഇവർ ഇന്ന് സംസാരിക്കുന്ന എടുക്കുന്ന എല്ലാം ഇവൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കി തിരിഞ്ഞ് പോകുന്നുണ്ട്. അതുവരെ നമുക്ക് കാണാം. നിങ്ങൾക്ക് ജോലി ഉണ്ടോ? ഇത് ശരിക്കും കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഞാൻ പല എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുള്ള. ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ നമ്മൾ ഇട്ടിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ പുഷ്പേരിയിലായിരുന്നു. ഇവിടെ അടുത്ത പുഷ്പേരി മെഡിക്കൽ അവരാദ്യം അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവനെ ഓടിയതും എടുത്തൊന്നുമില്ല. കുഞ്ഞ് കരയുമ്പോഴത്തേക്ക് അവൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ തീ അണച്ച് കൊണ്ട് നിൽക്കുന്നവരും പിന്നെ വന്ന ആൾക്കാരുമാണ് ഇവനെ പിടിച്ചത്. അടുത്ത ഒരു ടയർ കടയിലെ ഒരു ജോലിക്കാരൻ പയ്യൻ തൂത്തോണ്ടിരുന്നപ്പം ബേളം കേട്ടു. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ആൾക്കൂട്ടം ചെന്ന് നോക്കിയപ്പോൾ മോളെ പെട്ടെന്ന് തന്നെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. കത്തി വീണു. കുഞ്ഞ് നിന്ന് പിന്നെ വീഴുമായിരുന്നു. എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ കത്തി വീഴും. പിന്നെ ഈ ആളെ കുടിക്കാനിരുന്ന 1 ലിറ്റർ വെള്ളം എടുത്തോണ്ട് ഓടുക. അപ്പം മണ്ണ് വാരിയിട്ടാൽ ശരിയാകത്തില്ല. ഞാൻ ഇന്നലെ അദ്ദേഹത്തിനൊക്കെ പോയി കണ്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി പോയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ച് കെടുത്തി. നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുഞ്ഞ് വളരെ വേദനയോട് കൂടിയാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ ഒരു കാരണവശാലും ഇപ്പം നമ്മൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ തന്നെ നമ്മുടെ ദുഃഖം മാറത്തില്ല. കേസ് ആദ്യം അവര് വധശ്രമത്തിനെടുത്തു. മോള് മരിച്ച ശേഷം അതിലേക്ക് വരുന്നല്ലോ. ഗവൺമെന്റ് ആണെന്നോ വക്കലിനെ വെക്കുന്ന അറിയത്തില്ല. തീർച്ചയായിട്ടും അതൊന്ന് അന്വേഷിക്കൂ. അപ്പം അച്ഛൻ തൽക്കാലം ഞാനൊരു ചെറിയൊരു ഇത് അച്ഛനെ തരുന്നു. അപ്പം മറ്റേ വീടിൻ്റെ ഒരു കാര്യം നമ്മളെന്തെങ്കിലും എവിടെയാണ് ഇപ്പോൾ? അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എവിടെയാണ് അത്? കുഞ്ഞുങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അതാണ് ഏറ്റവും വലിയ. ഇവിടെ വേണ്ടെന്നല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തെങ്കിലും ഇവിടെ തന്നെ വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അവിടെ നിങ്ങൾ പറയുന്ന എറണാകുളത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ?
അമ്മ ഇവിടെ നിന്ന് മാറ്റണം. അമ്മ വെച്ച് ഞങ്ങൾക്ക് ഒരു ദിവസം എവിടെയാ അപ്പൊ നിങ്ങൾ പറഞ്ഞ അവിടെ എറണാകുളത്ത് അവിടെ ഇതുവരെ നല്ലായിരുന്നു. മോനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊരു സഹായമായ അല്ല ഞാൻ പറയുന്നത് നമുക്കിപ്പോ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ഇപ്പൊ വലിയ ഹൈഫൈ വീടല്ലെങ്കിലും ഒരു ചെറുപോലെ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്. ചെറിയ വീട്ടിൽ ഒരു സ്വസ്ഥത ഇല്ലായിട്ടാണ് അവിടെ നിന്ന് സത്യം പറഞ്ഞ് ഇറങ്ങിയത്. അവിടെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാര്യം നമ്മുടെ ഈ ഒരു ഏരിയ ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയക്ക് കുഴപ്പമില്ല, നല്ല നല്ല ഏരിയ ആണ്. ആദ്യം നമ്മൾ താമസിച്ചോണ്ടേ ഓർമ്മകളെ അതെ അതെ കിടന്നുറങ്ങുന്നതായിട്ട് തോന്നുന്നു. അവളിപ്പോഴും എന്നെ നമ്മുടെ വീട്ടിൽ നിന്നെങ്ങും പോയിട്ട് ഇവിടെ ഉണ്ട്. അതെ അതെ അവളെ ഇങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണെങ്കിൽ അവനെ ഒന്ന് തൂക്കുകയാണ്. കാരണം എൻ്റെ കുഞ്ഞ് അനുഭവിച്ച പോലെ ഇനി ഒരു പെണ്ണും ഈ ലോകത്ത് അനുഭവിക്കാൻ പാടില്ല. അതുപോലെ എൻ്റെ കുഞ്ഞ് വേദന ഉന്നതമായ തൂക്കുകയറ് തന്നെ അവന് കൊടുക്കണമെന്നാണ്. പക്ഷേ സാറേ ഞാൻ പറയുന്നു, എൻ്റെ അനുഭവം വെച്ച് പറയാണ്, നല്ലൊരു വക്കീലിനെ നിങ്ങൾ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കണം. പക്ഷെ അത് നമ്മൾ പറയുന്ന അത്ര എളുപ്പമല്ല. കാരണം വലിയ ദൈവം എന്ന് പറയുന്ന ഒരാൾ സത്യമാണ്. അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നല്ലൊരു വക്കീലിനെ വെച്ച് ചെയ്യുന്നതാണ്. നല്ല വക്കീൽ പറഞ്ഞപ്പോൾ അതിനനുസരിച്ചൊരു അതാണ് ഇതിന്റെ നിയമവശം നമുക്കറിയത്തില്ല. നമ്മളെ സാർ അതെ നിങ്ങൾ ചിന്തിക്കണം. മോളെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, നിങ്ങൾ അതിന് എന്ത് പറ്റുമെങ്കിലേ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് സൈഡിൽ അങ്ങനെ വെക്കോട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു വക്കീലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. വെച്ചാൽ അല്ലേ പോണം, ഞങ്ങൾക്ക് എന്ത് വേണേലും അവർക്ക് വേണ്ടി ചെയ്യാം. അല്ലേ അതൊരു ഫസ്റ്റ് അത് ചെയ്യണം. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു കേസിൻ്റെ ഫണ്ടോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു നമ്പർ തരാം വെച്ചാൽ. അപ്പോൾ എപ്പോഴായാലും നമുക്ക് വലുതായിട്ടൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ചെറിയൊരു സാമ്പത്തികത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് വീടിന്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും? ആ വീടിൻ്റെ അത് ഞാൻ അതും കൂടെ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളൊരു സ്ഥലം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. ഈ ഭാഗം മാറി വേറെ സ്ഥലമുണ്ട് ഈ തിരുവല്ല തന്നെ. തിരുവല്ല വേണ്ടേ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം എങ്ങനെ കഷ്ടപ്പെട്ടാണാലും ഞങ്ങൾ ജീവിച്ചേനെ. അത് ഞങ്ങൾക്ക് അത്ര പറ്റാത്തൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരുപാട് ശരി അച്ഛാ, അങ്ങനെയാണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് ചെറിയൊരു അല്ലേ ഒരു 4-5 സെന്റ് സ്ഥലമാണെങ്കിൽ നമ്മളെ ഒരു താമസിക്കാൻ സൗകര്യം. പക്ഷെ അതിപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചെന്താ അറിയാം, നമുക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് വലിയ ഹൈഫൈ അല്ലെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും അതിന് വേണ്ടിയിട്ടാണ് ഞാനും തന്നെ സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു തറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരെ കുറച്ച് സിമെന്റോ മണലോ എങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. പക്ഷെ നമ്മൾ സ്ഥലം മുതൽ അതെ അതെ ഞങ്ങൾ അങ്ങനെ ചെയ്യും. ഞങ്ങൾ ആ ഏരിയയിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിലല്ലേ അച്ഛാ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യാലോ. സ്ഥലം മുതൽ എന്ന് പറയുമ്പോൾ മൊത്തം നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമുക്കും പരിമിതികളുണ്ട്. അതെ 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 തീർച്ചയായിട്ടും. അപ്പം ഞാൻ അച്ഛനെ നമ്പർ കൊടുക്കാം. വേറെ എന്തെങ്കിലും അത് ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇനി അതല്ല അങ്ങനെ വക്കീലിനെ കാണുന്നതിന് വേറെ തിരുവല്ല ഞങ്ങൾക്ക് എന്തായാലും ഒന്നും പറ്റത്തില്ല. ഒട്ടും പറ്റില്ല. രാത്രിയിലാണെങ്കിലും ഞങ്ങൾക്ക് അവളെ ഓർത്ത് ഭയങ്കര വിഷമമാണ്. ഈ വീട്ടിലിപ്പോൾ എത്ര ആളുണ്ട്? എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു.